യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ഒരു പ്രാവശ്യം കൂടെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ സത്യവചനം ദൈവം എനിക്ക് തിരുവെഴുത്തുകളെ വായിക്കുമ്പോൾ എങ്ങനെയാണോ പൊരുൾ തിരിച്ചു തന്നിരിക്കുന്നത്, അതേപോലെയാണ് ഞാൻ നിങ്ങളോട് ഇത് പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, പല പ്രാവശ്യവും ഞാൻ ഒരു വാക്യം തന്നെ വായിച്ചിട്ട് നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഇതൊരു വാക്യമാണല്ലോ, പ്രസംഗം ഒന്നായിരിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. മെസ്സേജ് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ പരിശോധിച്ച് നോക്കുവിൻ. ഞങ്ങൾക്ക് വേണ്ടി ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. കാരണം ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും ഉള്ള കാര്യങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആകയാൽ നസറേനായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം ദൈവദാസന്മാരാര് പ്രസംഗിച്ചാലും യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം പോരാടുമെന്ന് യേശുക്രിസ്തുവിൽ പ്രത്യാശിച്ചും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനം 45-1 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിനു വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. ഇത് കോരഹപുത്രന്മാരുടെ ധ്യാനമാണ്, സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അവർക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് പ്രകാരം അവർ രചിച്ച സങ്കീർത്തനമാണ്. അതിനെയാണ് കോരകന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതാണ്, ദൈവത്തോട് മത്സരിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവഹിതപ്രകാരം ചിന്തിച്ച് യേശുക്രിസ്തുവിൽ ആശ്രയിച്ച, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച ആ കുടുംബത്തിലെ ചിലർ, അവരാണ് കോരഹിന്റെ പുത്രന്മാർ. കോരഹ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ ദാസന് മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പാപം ചെയ്തവരാണ്. എന്നാൽ ഹല്ലേലൂയ, അവൻ്റെ പുത്രന്മാർ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു. അങ്ങനെയാണെങ്കിൽ യെഹെസ്കേൽ 18 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? തിരുവെഴുത്ത് പറയുന്നു പുളിക്കത്തില്ല എന്ന്. എങ്ങനെയായാൽ അവരവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവരവരനുഭവിക്കണം എന്ന കർത്താവിൻ്റെ നീതി. കുടുംബത്തിൽ ആരെങ്കിലും പാപം ചെയ്താൽ ആ പാപം മക്കളോട് ചോദിക്കും എന്നൊരു നിയമം ന്യായപ്രമാണ കാലത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നൊരു കൽപ്പന ന്യായപ്രമാണ കാലത്ത് ഉണ്ടായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, പക്ഷേ ഈ കുടുംബത്തിലുള്ള വ്യക്തികൾ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ എക്കാലത്തും അതിനൊരു മോചനമുണ്ട്. അത് മനുഷ്യൻ ആദ്യം പാപം ചെയ്ത നാൾ മുതലുള്ളതാണ്. മനുഷ്യൻ ആദ്യം പാപം ചെയ്തത് ഏദനിൽ വെച്ചാണ്. ഏദനിൽ വെച്ച് മനുഷ്യൻ അനുദപിച്ചപ്പോൾ ദൈവം ഒരു കോലാട്ടുകൊറ്റനെ കൊന്നിട്ട് അവൻ്റെ വസ്ത്രമെടുത്ത്, അല്ലെങ്കിൽ അവൻ്റെ തുകലെടുത്ത്, ആടുകളുടെയും നാൽക്കാലികളുടെയും വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ തുകലെടുത്ത് കർത്താവ് എന്ത് ചെയ്തു? അവരെ ഉടുപ്പിച്ചു. ഹല്ലേലൂയ. ഇത് അവർക്ക് നൽകിയ രക്ഷാവസ്ത്രത്തെ കാണിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3:5 പറയുന്നത്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ഉടുത്തുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ആ വെള്ള എന്ന് പറയുന്നത് വസ്ത്രത്തെ കാണിക്കും. ഉടുക്കുന്നത് വസ്ത്രമാണല്ലോ പ്രിയരെ. അല്ലെങ്കിൽ ഈ വെള്ള വസ്ത്രം എവിടെ മുതലാണ് തുടങ്ങിയത്? ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം
ഒരു ആട്ടുകൊറ്റനെ കൊന്നിട്ട് ആട്ടുകൊറ്റൻ്റെ വസ്ത്രമെടുത്ത് ആരെ ഉടുപ്പിച്ചു? പാപം ചെയ്ത് അനുദപിച്ചവരെ ഉടുപ്പിച്ചു. ഇവിടെ ഇതാണ് സംഭവിച്ചത്. കോരഹന്റെ പുത്രന്മാർ പാപം ചെയ്തു. അവർ പാപം ചെയ്തിട്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചപ്പോൾ അവർക്കൊരു രക്ഷാവസ്ത്രം കിട്ടി. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രമാണ്. യേശു ക്രിസ്തുവിൻ മുഖാന്തരമുള്ള വസ്ത്രമാണ്. അത് ഉടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് രക്ഷയുണ്ടായി. പിന്നെ അവർ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചു. എഹെസ്കേൽ 18 പറയുന്നത് പോലെ അവർ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുപിരിഞ്ഞ് നീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ്റെ ദുഷ്ടത ഓർക്കുന്നില്ലെന്ന്. അല്ല, എത്ര തെറ്റ് ചെയ്താലും എത്ര പാവം ചെയ്താലും എങ്ങനെയൊക്കെ പിശാചിനെ പ്രസാദിപ്പിക്കാൻ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ തൻ്റെ പ്രവർത്തികളെ കുറിച്ച് അനുദപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ട് ആ പഴയ പ്രവർത്തികളെ പിന്നെ അനുഗമിക്കാതിരിക്കുന്നെങ്കിൽ, പ്രവർത്തി ചെയ്യാതിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരിയെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പരീശന്മാരും പ്രമാണിമാരും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അവർ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മൂത്തവർ തുടങ്ങി ഇളയവർ വരെ ആരും കല്ലെറിയാതെ കല്ലവിടെ ഇട്ടിട്ട് പുറപ്പെട്ടു പോയി. അപ്പൊ യേശു സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമേ, സ്ത്രീ ആരും നിന്നെ വിധിച്ചില്ല കർത്താവ് എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്താണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഇനി നീ പാപം ചെയ്യരുത്. അപ്പൊ നീ പാപം ചെയ്യാത്ത വ്യക്തിയല്ല. നിന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞത് തെറ്റല്ല, നീ തെറ്റുകാരിയാണ്, നീ ശിക്ഷയ്ക്ക് യോഗ്യയാണ്. പക്ഷേ ദൈവകൃപയിൽ ആശ്രയിച്ചപ്പോൾ ആ സഹോദരിയോട് കർത്താവ് പറയുകയാണ്, കോരകൂത്രന്മാരുടെ കർത്താവിൻ്റെ കണ്ടീഷൻ ഇതാണ്, അല്ലെങ്കിൽ ആദ്യ മനുഷ്യനോട് ദൈവത്തിൻ്റെ കണ്ടീഷൻ ഇതാണ്. എന്താണ്? ഇനി പാപം ചെയ്യരുത്. പ്രേസ്തോലോ. യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ ആ സ്വാതന്ത്ര്യപ്രകാരം നമ്മൾ പിന്നെ പാപം ചെയ്യാതെ, സാത്താനുമായി കൂട്ടായ്മ കൂടാതെ, വിശുദ്ധമായി യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ പൂർവ്വന്മാർ ചെയ്ത പാപത്തിന് നമ്മളോട് ദൈവം ചോദിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന്. അപ്പൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൻ മരിക്കണം, അമ്മ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ മരിക്കണം, മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ മരിക്കണം. ഏത് മനുഷ്യനാണോ ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നത് അവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. പാപം ചെയ്യാത്ത വ്യക്തിക്ക് ശിക്ഷയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കോരഹ് പുത്രന്മാർക്ക് രക്ഷ വരാനുള്ള കാരണം ഈ പ്രമാണപ്രകാരമാണ്. ഏത് പ്രമാണം? യേശുക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ ഉടുപ്പ് ധരിക്കുവാൻ, വസ്ത്രം ധരിപ്പാൻ അവർ ദൈവകൃപയിൽ ആശ്രയിച്ചു. സ്തോത്രം. ദൈവം അവരോട് കരുണ കാണിച്ചു. ദൈവം അവർക്ക് വസ്ത്രം കൊടുത്തു. വസ്ത്രം വെള്ളയാകിയാൽ അതവർ ധരിച്ചതിന് ശേഷം അവർ പിന്നെ പാപമുള്ളവരല്ല. അവരുടെ കുടുംബക്കാരുടെ പിതൃപാരമ്പര്യത്തിൻ്റെ യാതൊരു പാപമോ ശാപമോ പിന്നെ അവരുടെ മേൽ കണക്കിടുകയില്ല. യേശു ക്രിസ്തുവിലൂടെ എല്ലാം മോചിക്കപ്പെടുകയാണ്. ഇതാണ് കോരപുത്രന്മാർക്ക് സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നും യേശു ക്രിസ്തു അനന്യനാണ്. യേശു ക്രിസ്തു ഇന്നലെയും, അതായത് ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പും ആ സമയത്തും, ഹല്ലേലൂയ, ശേഷമുള്ള എല്ലാ പീരീഡിലും, ഇന്നും, അതായത് ഈ ദിവസത്തിന് മുമ്പേ ഉള്ള എല്ലാ പീരീഡിലും, ഇന്നും ഇനി വരാനിരിക്കുന്ന കാലത്തും അനന്യനാണ്. യേശുക്രിസ്തുവിന് തൻ്റെ പ്രമാണം വിട്ടു മാറാനോ യേശുക്രിസ്തുവിന് തൻ്റെ വഴി വിട്ടു മാറാനോ സാധ്യമല്ല. അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് സാധ്യമല്ല എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറേനായ യേശു ക്രിസ്തുവിൽ ഏതെങ്കിലും വ്യക്തി ആശ്രയം വെക്കുവാൻ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആഗ്രഹം വന്നാൽ, പ്രിയരെ, പിറകിലോട്ട് തിരിഞ്ഞു നോക്കാതെ പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ കുറിച്ച് കണ്ടുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ പരമവിളിയെ ഓർത്ത് വിശുദ്ധ ജീവിതം നയിപ്പാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. പുറകിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാം.
അതുകൊണ്ട് അത് മറക്കുക, പിൻപിലുള്ളതിനെ മറക്കുക, മുമ്പിലുള്ളതിലേക്ക് മാത്രം ദൃഷ്ടി വെക്കുക. എന്താണ് മുമ്പിലുള്ളത്? യേശു ക്രിസ്തുവും ക്രൂശിന്റെ വചനവും. അത് മാത്രം മുമ്പിൽ വെക്കുക, പിമ്പിലുള്ളതിനെ മറക്കുക. കർത്താവിൻ്റെ വിളി അനുസരിച്ച് സ്റ്റെപ്പ് വെക്കുക. സർവശക്തനായ ദൈവമായ പിതാവ് സഹായിക്കും. അങ്ങനെ പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനത്തെ നോക്കി ഓടുന്നതിൻ്റെ വിശുദ്ധന്മാർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്തോത്രം. സർവശക്തൻ നമുക്കായി കരുതി വച്ചിരിക്കുന്നു, ഒരുക്കി വച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠമാണ്, അതി ഉത്തമമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവുമാണ്. സ്തോത്രം. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, ഇനി വരാനുള്ളതാകട്ടെ, ഹല്ലേലൂയ, ദൂതന്മാരാകട്ടെ, എല്ലാം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പിന്നിലുള്ളതിനെ മറക്കുക, മുമ്പിലുള്ളതിനെ ഓർക്കുക. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ആ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ആ ചെവി കേട്ടിട്ടില്ലാത്ത, ആരുടെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്തത് മാത്രം ദർശിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുക. അങ്ങനെ ഓടുന്നവർക്ക് വേണ്ടുന്ന ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഹല്ലേലൂയ, അവരുടെ ഈ ഭൂവാസത്തിൽ വേണ്ടതെല്ലാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, മുമ്പ് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ വന്ന്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, പക്ഷേ എന്നിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ അരികിലേക്ക് യേശുക്രിസ്തു കടന്നു വന്ന് നിങ്ങളുടെ ഏതവസ്ഥയിലും നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളെ വിടിവിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കരുതുവാൻ, ഹല്ലേലൂയ, ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ അതിശ്രേഷ്ഠമായി മഹാദൈവവും പരിശുദ്ധ പിതാവുമായ നസറനായ യേശു ക്രിസ്തു എന്ന അപ്പൻ നമുക്ക് ഈ കരുതിക്കൊള്ളു. ഈ ഭൂമിയിൽ അപ്പന് ചെയ്യാൻ കഴിയാത്തതെല്ലാം നമ്മുടെ കർത്താവിന് ചെയ്യുവാൻ കഴിയും. സ്തോത്രം. നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് നൽകി നമ്മളെ ഭദ്രമായി സൂക്ഷിച്ച് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും വിടുവിച്ച് നമ്മുടെ വേദനകൾ നമ്മളിൽ നിന്ന് എടുത്ത്, നമ്മുടെ ദുഃഖങ്ങൾ നമ്മളിൽ നിന്ന് എടുത്ത്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി നമ്മളെ സമാധാനത്തോട് നടത്തുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. തിരുവെഴുത്ത് പറയുന്നു, അവൻ തള്ളയാടുകളെ മെല്ലെ നടത്തിയിട്ട്, സ്തോത്രം, കുഞ്ഞാടുകളെ മാറോട് ചേർത്തടയ്ക്കും. കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞാൽ ദൈവസഭയാണ്. ആരാണ് ദൈവസഭ? പത്രോസിന്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നുള്ള പ്രമാണപ്രകാരം പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് ആമേൻ, പിന്നെ അപ്പോസ്തോലിക വ്യവസ്ഥ പ്രകാരം വേർപെട്ട് വിശുദ്ധി ആചരിച്ച് ദൈവശക്തി എന്ന നമ്മൾ പറയുന്ന ദൈവം പറയുന്ന ദൈവശക്തി നമ്മുടെ അഭിഷേകമാണ്. ആ ദൈവശക്തി എന്ന അഭിഷേകവും പ്രാപിച്ച് കർത്താവിനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധ ജനമേ, ഇതാണ് കുഞ്ഞാട്. നിങ്ങൾ ഓരോന്നും കുഞ്ഞാടിന്റെ അവയവമാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം യേശു ക്രിസ്തുവിന്റെ മാറാണ്. അവൻ കുഞ്ഞാടിനെ മാറോട് ചേർത്തണച്ച്, സ്തോത്രം, അവൻ ആമേൻ മെല്ലെ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന തള്ളയാടിനെ മെല്ലെ നടത്തി ക്ഷേമത്തോട് പുലർത്തുന്ന സർവശക്തനാണ്. ഹല്ലേലൂയ. ആകയാൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ എല്ലാം സ്തോത്രത്തോടെ യേശുവിന്റെ ചുമലിൽ വെക്കുക. അവൻ നമ്മെ നടത്തുവാൻ നല്ല ഇടയനാകുന്നു. തിരുവെടുത്ത് 23-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ആരെ കർത്താവ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പേരാണ് യേശു എന്നുള്ളത്. സ്തോത്രം. യേശു എന്ന പേര് ദൈവം എന്നുണ്ടോ അന്ന് മുതലുള്ള പേരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പേരോടെ ആ ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി തീർന്നു. അതാണ് പുത്രൻ. പുത്രൻ എന്ന് പറയുന്നത് മഹാദൈവമാകുന്ന സർവശക്തിയുള്ള ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടു. ഒരു ശരീരം ധരിച്ചു. ഞാൻ നിനക്കൊരു ശരീരം നിയമിച്ചിരിക്കുന്നു എന്നുള്ള പ്രവചന വാക്യം അനുസരിച്ച് കർത്താവ് ഒരു ശരീരം ധരിച്ചു. ആ ശരീരമാണ് പുത്രൻ. ഹല്ലേലൂയ. ആ ശരീരത്തിന് ദൈവത്തിന്റെ ആലോചന പ്രകാരം, ഗബ്രിയേൽ ദൂതന്റെ ആലോചന പ്രകാരവും, ദൈവത്തിന്റെ ആലോചനയും ഗബ്രിയേൽ ദൂതന്റെ ആലോചനയും ഒന്ന് തന്നെ. ആ ആലോചന പ്രകാരം, സ്തോത്രം, മറിയവും യോസഫും കൂടെ ചേർന്ന് കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളാൽ സ്നാനപ്പെടുന്നത് വരെയും ഈ യേശു എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും യേശു എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ യേശു
അതായത് പുത്രനായ യേശു യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറച്ചു. യോഹന്നാൻ സ്നാപകൻ മാത്രം കണ്ട ഒരു ദർശനമാണ് എന്താണ്? പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു, വേറെ ആരും കണ്ടില്ല. സ്തോത്രം. അവനെ ദൈവം അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം അവൻ്റെ മേൽ വന്നപ്പോൾ അവന് ലഭിച്ച പേരാണ് ക്രിസ്തു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കും അറിയാം, ഞാൻ അതൊന്ന് പറഞ്ഞു പോട്ടെ. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷക്തൻ. അപ്പോൾ യേശു എന്ന പുത്രനെ ദൈവം അഭിഷക്തനാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, യേശു എന്ന 30 വർഷക്കാലം മറിയം പ്രസവിച്ച നാൾ മുതൽ യോഹന്നാന്റെ കരങ്ങളെ സ്നാനപ്പെടുന്നത് വരെ യേശു എന്ന പേര് ഏകദേശം 30 വർഷക്കാലം ഭൂമിയിലും സ്വർഗത്തിലും ഒരേ പേരുള്ള വ്യക്തിയാണ് ഇരിക്കുന്നത്. സ്വർഗത്തിലിരിക്കുന്ന അതേ വ്യക്തി തന്നെ ഭൂമിയിൽ മനുഷ്യനായിട്ടിരിക്കുന്നത്. 2 വ്യക്തിയല്ല, ഒറ്റ വ്യക്തിയാണ്. സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ യേശു എന്ന പേരിൽ ഇരിക്കാൻ ദൈവത്തിന് കഴിയും. അതേ ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായിട്ടിരിക്കാൻ കഴിയും. അത് ദൈവത്തിന് കഴിയും, മനുഷ്യന് കഴിയില്ല. മനുഷ്യനത് കഴിയത്തില്ല എന്ന് നിനക്ക് വിശ്വാസം വന്നാൽ ഉറപ്പാണ് നിന്നിൽ ഭൂതം ഇരിക്കുകയാണ്, സാത്താനാണ് നിന്നിരിക്കുന്നത്. നീ മനുഷ്യനാണ്, വെറും മനുഷ്യൻ. നിനക്ക് ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ചില്ല, വരം ലഭിച്ചിട്ടില്ല. സ്തോത്രം. സാധാരണ മനുഷ്യൻ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നീ സാധാരണ മനുഷ്യനാണ്. എന്നാൽ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ യേശു എന്ന നിലയിൽ ദൈവത്തിന് തൻ്റെ പേരോടുകൂടി തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പാതാളവും എല്ലാം നിറഞ്ഞിരിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന്, അതേ ദൈവത്തിന് ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ വേഷത്തിലും സദൃശ്യത്തിലും ഒരു ശരീരം ധരിച്ചിട്ട് ആ ശരീരത്തിനും യേശു എന്ന പേരോടുകൂടെ വസിക്കാൻ കഴിയും എന്ന് ദൈവം തന്നെ തെളിയിച്ചിട്ടും നിനക്കത് വെളിപ്പെടുന്നില്ല എങ്കിൽ സഹോദര, ഇന്നു മുതൽ മുട്ടുമേലും ദൈവത്തോട് കരഞ്ഞ് ഇന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. കർത്താവേ, സാത്താൻ എന്നെ അടച്ചു വെച്ച് എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിനെ മറച്ചു വച്ചിരിക്കുന്ന തലം എനിക്കൊന്ന് വെളിപ്പെടുത്തിത്ത. എന്നിലിരുന്നു കൊണ്ട് എൻ്റെ വെളിപ്പാടിനെ തടയുന്ന അന്ധകാര പിശാചിൻ്റെ മേൽ എനിക്കൊരു ജയം നൽകിയിട്ട് അപ്പോൾ നിന്നെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് തരണമേ എന്ന് ദൈവം ഇതിൽ നീ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വെളിപ്പാട് നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ യേശു മതിയായ കർത്താവാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ പ്രിയ പൈതലേ, നീ ആവശ്യഭാരത്തോടെ വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണം. എന്നാൽ കർത്താവായ ദൈവം സഹായിക്കും. ബർത്തേമായി അങ്ങനെയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. ബർത്തേമായി കണ്ണ് കുരുട്ടനായിരുന്നെങ്കിലും അവൻ്റെ കണ്ണ് കാണത്തില്ല, കാണേണ്ടതുപോലെ അവന് കാണാൻ കഴിയത്തില്ലെങ്കിലും അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ ആഴത്തിൽ ദൈവത്തോട് ആത്മാർത്ഥമായി നിലവിളിച്ചു. ദാവീദ് പുത്ര, എന്നോട് കനിവ് തോന്നണമേ എന്ന് അവൻ്റെ ആവശ്യഭാരത്തോട് നിലവിളിച്ചു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അവൻ്റെ ആഗ്രഹങ്ങളെ മാനിച്ചു. ഇതേപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, തിരുവെടുത്ത് പറയുന്നവൻ ആർത്തിയുള്ളവന് നന്മ ചെയ്യുന്നു, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു, വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവം ഇതിൽ നീ ആർത്തിയോടെ, കണ്ണുനീരോടെ, ആവശ്യഭാരത്തോടെ, കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് പകരും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ എഴുതിയിരുന്നു. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്നിട്ട് യേശു പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. നിനക്ക് സഹോദരങ്ങളെ, മനുഷ്യപുത്രൻ നിലയിൽ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ യേശു എന്ന പേരോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ അതേ യേശു ഭൂമിയിൽ മനുഷ്യനായി നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശു ക്രിസ്തു നമ്മളെ ഫോഷ്ക്ക് പഠിപ്പിക്കില്ല.
അവൻ സത്യത്തിൻ്റെ സ്ഥാപകനാണ്. വിശുദ്ധിയുടെ രാജ്യം സ്ഥാപിക്കാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗാദി സ്വർഗത്തിൽ യേശു എന്ന നിലയിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതേ യേശു എന്ന നിലയിൽ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് നിക്കോദോമസോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:13 ഇങ്ങനെ പറഞ്ഞത്, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പം യേശു എന്ന പേര് ദൈവം എന്നുണ്ടോ അന്ന് മുതലുള്ള പേരാണ്. സ്തോത്രം. പക്ഷെ ദൈവത്തിന് അത് വെളിപ്പെടുത്തുവാനുള്ള സമയമായില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് കൃപായുഗത്തിനു മുമ്പുള്ള പീരീഡിൽ, യേശു ഭൂമിയിൽ മനുഷ്യനായി തീരുന്നതിന് മുമ്പുള്ള പീരീഡുകളിൽ മനുഷ്യർ, അവരുടെ ഭക്തന്മാർ ചോദിച്ചപ്പോൾ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. യാക്കോബ് ചോദിച്ചിട്ടുണ്ട്, മോശ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് തൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കാര്യമാണ്. അതിനുള്ള റീസണും ഉണ്ട്, നമുക്ക് വെളിപ്പെടുത്തി ദൈവം തന്നിട്ടുമുണ്ട്. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, അവരോട് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് സമയമായില്ലായിരുന്നു. ഒരു കാര്യം അത്. രണ്ട്, മോശയ്ക്കും യാക്കോബിനുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവൻ വെളിപ്പെട്ട് വന്നില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഒറിജിനൽ കാര്യം. പിന്നെ യാക്കോബ് ചോദിച്ചു, മോശ ചോദിച്ചു. യാക്കോബിനായാലും മോശയ്ക്കായാലും യേശുക്രിസ്തു എന്ന പേര് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ആരിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിച്ചിരുന്നോ ആ വ്യക്തി ഭൂമിയിൽ മനുഷ്യനായി തീർന്നിരുന്നില്ല. അല്ല, ആ വ്യക്തി ആ ഭൂമിയിൽ, അല്ലെങ്കിൽ ആ വ്യക്തി മുഖാന്തരമാണ് ദൈവം അത് ചെയ്യാനിരുന്നത്. ആ വ്യക്തി വെളിപ്പെടാതിരുന്നത് കൊണ്ടാണ് കർത്താവാകുന്ന ദൈവം ആ കാര്യം മറച്ചു വെച്ചിരുന്നത്. ആ വ്യക്തി ആരാണ്? യേശുക്രിസ്തു തന്നെയാണ്. അപ്പം ഈ യേശു എന്ന പേര്, ആമേൻ, നമുക്ക് തോന്നുന്നത് പോലെ മറിയവും യോസഫിനും കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് പേരിട്ടപ്പം മുതലാണ് ഈ പേരുണ്ടായത്, അതിനുമുമ്പ് ഈ പേരില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തെറ്റാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്നുണ്ടോ അന്ന് മുതൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പേരാണ് യേശു എന്ന പേര്. ഈ പേരിന് മേളിൽ ഒരു പേരില്ല, ഈ പേരിന് താഴെ ഒരു പേരില്ല. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശു ക്രിസ്തു എന്ന പേര്. ആമേൻ, സ്തോത്രം. കർത്താവാകുന്ന ദൈവത്തിൻ്റെ യേശുക്രിസ്തു എന്ന പേരിന് ഒരു ആരംഭമുണ്ട്. സ്തോത്രം. എന്നാൽ യേശു എന്ന പേരിന് എന്തില്ല? ആരംഭമില്ല. ക്രിസ്തു എന്ന പേരിന് ആരംഭമുണ്ട്. എന്ന് വെച്ചാൽ അഭിഷക്തൻ എന്ന നിലയിൽ അതിനൊരു ആരംഭമുണ്ട്. എന്തിനാണ് യേശു അഭിഷക്തനായത്? അത് സാത്താൻ്റെ പ്രവൃത്തിയെ അഴിപ്പാനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്ന് ശരീരം ധരിച്ചിട്ട് ആ ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്തത്? പിശാജ് മനുഷ്യനെയാണ് ഏദേനിൽ വെച്ച്, പിശാജ് ആത്മാവാണ്, ആത്മാവായ പിശാജ് മനുഷ്യനെ എന്ത് ചെയ്തു? ആത്മീയമായിട്ടാണ് ബന്ധിച്ചത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനായി തീർന്നിട്ട് ആ മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്തു. യേശു എന്ന പേരിൻ്റെ ഉടമസ്ഥനായ ദൈവം മനുഷ്യനായി തീർന്നിട്ട് ആ മനുഷ്യനെ യേശു എന്ന് പേരിട്ടിട്ട്, സ്തോത്രം, ആ പേരിൻ്റെ ഉടമസ്ഥനായ പുത്രനെ ദൈവം അഭിഷേകം ചെയ്തു, അഭിഷക്തനാക്കി. അപ്പം എന്തിനാണ് പുത്രൻ ജനിച്ചത്? പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാചിന്റെ പ്രവൃത്തി അഴിക്കണം, എന്ത് വേണം? പുത്രൻ അഭിഷക്തനാകണം. അങ്ങനെ പുത്രനെ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടി? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. എന്തുകൊണ്ടാണ് പുത്രനെ അഭിഷേകം ചെയ്തത്? പിശാജ് ആത്മാവാണ്. പിശാജ് ആത്മീയമായിട്ടാണ് ഏദേനിൽ വെച്ച് മനുഷ്യനെ ബന്ധിച്ചത്. ആ ബന്ധനം അഴിക്കുവാൻ ദൈവം ഭൂമിയിൽ മനുഷ്യനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തിട്ട്, ദൈവം യേശുക്രിസ്തുവിലൂടെ അഭിഷക്തനായതിനു ശേഷമുള്ള യേശുക്രിസ്തു, അഭിഷക്തനായതിനു ശേഷം യേശുവിൻ്റെ പേരെന്തായി തീർന്നു? യേശുക്രിസ്തു എന്നായി തീർന്നു. യേശുക്രിസ്തുവിലൂടെ പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ യേശു എന്ന പേരിന് ആരംഭമില്ല എൻ്റെ പ്രിയരെ. യേശു എന്ന പേരിന് ഒരു ആരംഭമില്ല. യേശു എന്ന പേരിന് ഒരു അവസാനമില്ല. അപ്പൊ ഈ ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത പേര് നിനക്ക് തരുവേണ്ടതിനാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? സ്തോത്രം, സ്നാനമെന്ന വ്യവസ്ഥ വച്ചിരിക്കുന്നത്. സ്നാനപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രധാനമായും അവൻ ലഭിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, ഒന്ന്, പാപമോചനം ലഭിക്കുന്നു. രണ്ട്, യേശു ക്രിസ്തുവിനോട് ചേരുന്നു. മൂന്ന്, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. ഈ ധരിക്കുക എന്ന വാക്കിനർത്ഥം എന്താ? യേശു ക്രിസ്തു എന്ന പേരിനെ ധരിക്കുന്നു.
സ്തോത്രം. അപ്പം ഈ പേരിന്, യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ മാത്രമേ യേശുക്രിസ്തു എന്ന ആത്മാവ് വീണ്ടും ജനിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും ജനനമാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസം. ദിവസം നമുക്ക് ചിന്തിക്കാം. കർത്താവ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കഴിയുന്നു. എൻ്റെ ഹൃദി രാജാവിന് വേണ്ടി ഉള്ളത്. രാജാവ് എന്ന് നമ്മൾ വിളിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. അപ്പം ശുഭവചനത്താൽ കവിയുന്ന ഒരു ദൈവ പൈതലിനാണ്, സ്തോത്രം, കൃതി ഉണ്ടാകേണ്ടത്. കൃതി സമം സ്തുതി, ആരാധന, ഗീതങ്ങൾ ഒക്കെ പറയാം. ഹല്ലേലൂയ. അപ്പം ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുന്നു എങ്കിൽ ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം? ആദ്യം വചനത്തിൽ ജനിച്ചവനായിരിക്കണം. ശുഭവചനത്താൽ ഹൃദയം നിറയണം. ഒരു വ്യക്തിയുടെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നത് എപ്പോഴാണ്? ആ വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ. വീണ്ടും ജനിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്ങനെയാണ്? അവൻ വചനത്താലാണ് ജനിക്കുന്നത്. വീണ്ടും ജനനം എങ്ങനെയാണ്? വചനത്താലുള്ള ജനനത്തെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. പത്രോസിന്റെ ലേഖനം അത് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവന്റെ വചനത്താൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വചനത്താലാണ് വീണ്ടും ജനിക്കുന്നത്. സ്തോത്രം. അതേ പത്രോസിന്റെ ഉപദേശം എന്താ പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ യേശുക്രിസ്തു എന്ന പേര് സ്നാപകൻ ഉച്ചരിക്കാത്തിടത്തോളം കാലം, പ്രിയ സഹോദര സഹോദരി, താങ്കൾക്ക് ദേഹിയിലും ദേഹിയിലും പാപമോചനം ലഭിക്കില്ല. യേശുക്രിസ്തു എന്ന പേര് ഉച്ചരിച്ചാൽ മാത്രമേ, സ്നാപകൻ ഉച്ചരിച്ചാൽ മാത്രമേ പാപമോചനം ലഭിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്? ലൂക്കോസിന് സുവിശേഷം 24:47 പറയുന്നു, മാനസാന്തരവും പാപമോചനവും അവന്റെ നാമം. ആരുടെ നാമം? യേശുക്രിസ്തുവിന്റെ നാമത്തിലാകുന്നു. അതെവിടെ തുടങ്ങണം? യെരുശലേമിൽ തുടങ്ങണം. അതുകൊണ്ട് ആ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അവരോട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ മാനസാന്തരവും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്, പാപമോചനവും സ്നാനവും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഇങ്ങനെ സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് അയക്കത്തുള്ളൂ. എവിടേക്ക് ആ വ്യക്തിയിലേക്ക് അയക്കുന്നത്? 2 കൊരിന്തി 1-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങളെ മുദ്രയിട്ടും പരിശുദ്ധാത്മാവ് എന്ന ചാരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നുവയ്ക്കുന്നു. അപ്പൊ എങ്ങോട്ടാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ഹൃദയത്തിലേക്ക്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അപ്പൊ ശുഭവചനം താൽ കവിയണമെങ്കിൽ, സ്തോത്രം, പ്രിയ ദൈവ പൈതലെ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വേണം. 45-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഹല്ലേലൂയ. അപ്പം ഏതൊരു ദൈവ പൈതലിന്റെയും ഹൃദയത്തിൽ ശുഭവചനം നിറയണമെങ്കിൽ, സ്തോത്രം, അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആര് സ്നാനപ്പെടുത്തേണ്ടത്? സ്നാനപ്പെടുന്ന മാത്രമല്ല, സ്നാനപ്പെടുത്തേണ്ടതിനും വ്യവസ്ഥയുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കണം. അവൻ അഭിഷക്തനുമായിരിക്കണം. ആ വ്യക്തി യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടവനായിരിക്കണം. സ്തോത്രം. സ്നാനപ്പെടുമ്പോൾ അവന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു വീണ്ടും ജനിക്കുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുന്നു, ഹൃദയത്തിലേക്ക് വരുന്നു, വീണ്ടും ജനനം നടക്കുന്നു. ആ വ്യക്തി വീണ്ടും എന്ത് ചെയ്യണം? ദൈവശക്തി എന്ന ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി എന്താ പറഞ്ഞ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദിലെ, എല്ലായിടത്തും, ശമര്യയിലും, ഭൂമിയുടെ അറ്റത്തുള്ള എന്റെ സാക്ഷികളാണ്. അപ്പൊ ആ ശക്തിയാണ് നമ്മൾ അഭിഷേകം എന്ന് പറയുന്നത്. ആ ശക്തി വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവകൃപ പ്രാപിച്ചിരിക്കുന്ന, ദൈവത്തിന്റെ വിളിയുള്ള, തെരഞ്ഞെടുപ്പുള്ള, ദൈവത്തിന് നിയോഗമുള്ള, കർത്താവിന്റെ ദാസനാകുന്ന ശൗലിനെയും ബർന്നബാസിനെയും അന്ത്യോക്യയിൽ സഭയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോസ്തലർ 13-ാം അധ്യായം, ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവായ ദൈവം, പരിശുദ്ധാത്മാവായ കർത്താവായ ദൈവം, സ്തോത്രം, അവരെ ആ ദൈവം വിളിച്ചിരുന്ന വിളിക്കായി വേർതിരിച്ചു. ഇങ്ങനെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള
കൂട്ടത്തിൽ നിന്ന് വിളിയും തെരഞ്ഞെടുപ്പുള്ള വിശുദ്ധന്മാർ ഒരുമിച്ചിരുന്ന് കൂട്ടായ്മ കൂടുന്നതിൻ്റെ നടുവിൽ നിന്ന് ദൈവം കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ദൈവ നിയോഗപ്രകാരം വേർതിരിക്കണം. സ്തോത്രം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഡിഗ്രി പ്രാപിച്ച കുറച്ച് ദൈവദാസന്മാർ ചേർന്ന് ഒരു ബൈബിൾ കോളേജ് നടത്തി എവിടുന്ന് കുറച്ച് ദൈവസഭയ്ക്കകത്തുള്ള എവിടുന്നുള്ള താല്പര്യമുള്ള കുറെ ആൾക്കാരെ അവിടെ സഹോദരന്മാരെ അവരെ കൂട്ടി അവർ വചനം പഠിപ്പിച്ച് നേരെ അങ്ങ് ഫീൽഡിലോട്ട് ഇറക്കുക. ഇതൊന്നും ദൈവവചന പ്രകാരമുള്ള ഒരു ദൈവിക നടത്തിപ്പും പ്രകാരമുള്ള ദൈവാലോചന പ്രകാരമുള്ള ഒരു പരിപാടിയല്ല. ഇതൊന്നും തിരുവഴുത്തം പ്രകാരം തെളിവുകളല്ല. ഹല്ലേലൂയ. ഇത് മുഖാന്തരം സംഘടന വളരും, പക്ഷേ യേശുവിന്റെ ശരീരമായ സഭ വളരുമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. എങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ ഇടയിൽ നിന്ന് ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുക്കണം. അങ്ങനെയുള്ളവരാ കർത്താവിന്റെ വേലക്കാർ. സ്തോത്രം. കർത്താവാകുന്ന ദൈവത്തിന്റെ വേലക്കാർ 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരം, യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുക. മാനസാന്തരം, ജീവിതത്തിൽ നിന്ന് മാറ്റമെടുത്ത് യേശുവിനോട് ചേർന്ന് നടക്കാൻ തീരുമാനമെടുക്കുക. ഉടമ്പടി ചെയ്യുക. ഞാൻ കഷ്ടതയായാലും പട്ടിണിയായാലും രോഗമായാലും ദുഃഖമായാലും വേദനയായാലും സന്തോഷമായാലും സല്ലാപമായാലും സമൃദ്ധിയായാലും ഞാൻ കർത്താവെ അങ്ങേ മാത്രം സേവിച്ച് അങ്ങടുത്ത പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഇന്നു മുതൽ യേശുക്രിസ്തുവിനെ സേവിച്ച് വിശുദ്ധി നയിച്ചുകൊള്ളാൻ ഉടമ്പടി എടുക്കുന്നവനാണ് മാനസാന്തരപ്പെടുന്നത്. മാനസാന്തരപ്പെട്ട് പാവങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനപ്പെടണം. കാരണം യേശുക്രിസ്തുവിന്റെ പേരെന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേര് യേശുക്രിസ്തു എന്നാണ്. ഈ യേശുക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം, അതായത് ദൈവശക്തി പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചിരുന്നവനാണ് ബർന്നബാസും ശൗലും. ശേഷമുള്ള ഒത്തിരി വിശുദ്ധന്മാരോടുണ്ട്. അവരെല്ലാവരും പ്രവാചകന്മാരാണ്, പ്രബോധകന്മാരാണ്, സുവിശേഷകന്മാരാണ്. എന്നിട്ടും ദൈവവേലയ്ക്ക് എന്താ ഉണ്ടായില്ല? കർത്താവിൻ്റെ പ്രത്യേകമായ വേലയ്ക്കായിട്ട് തെരഞ്ഞെടുപ്പ് ലഭിച്ചില്ല. സ്തോത്രം. ദൈവം അവരെ നിയോഗിച്ചില്ല. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ അധികാരമുണ്ടെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവചന ശുശ്രൂഷ ഉണ്ടെങ്കിൽ പോലും എന്നിട്ട് പോലും ശൗലിനെയും ബർന്നബാസിനെയും കർത്താവ് വേലയ്ക്കായിട്ട് നിയോഗിച്ചില്ല എന്ന് ഓർക്കണം. ഒരു പ്രത്യേക സമയം വരെ കാത്തിരിക്കേണ്ടി വന്നു. അവർ കാത്തിരുന്ന് പല പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിൽ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്തോക്യ സഭയെ വെച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവരെ വിളിക്കത്തവണ്ണം അവരെ വേർതിരിച്ചു. അപ്പം കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി അനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയ ദൈവം നമ്മളെ ഉപയോഗിക്കും, ശക്തരായിട്ട് ഉപയോഗിക്കും. കർത്താവിൻ്റെ സഭ 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെ അനുഗ്രഹീതമായി തീർന്നു, അതേപോലെ ഇന്നും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാത്തതിനും നമ്മളാണ് കാരണക്കാരൻ. ആകയാൽ നമ്മൾ ദിവസങ്ങളിൽ മാനസാന്തരപ്പെട്ട് യേശുവിനോട് ചേർന്ന് നടക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവപ്രകാരം നമ്മൾ ചുവട് വിളിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ദൈവത്തിലാൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. പ്രിയരെ, ഇവിടെ പറയുന്നു, ആമേൻ, ഏതൊരു വ്യക്തിയുടെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നെങ്കിൽ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന ദൈവവചനം ഹൃദയത്തിൽ നിന്ന് ആമേൻ ജനിച്ചിട്ട് ആമേൻ നിറഞ്ഞു കവിയുന്ന ഒരു ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന വിശുദ്ധ ജനം എന്ത് ചെയ്യണം? ആമേൻ സർവശക്തന്റെ സന്നിധിയിൽ വേർപെട്ട് വിശുദ്ധ ആരാധന നടത്തണം, വേർപെട്ട് വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തണം. അപ്പോൾ എൻ്റെ ഹൃദയ രാജാവിനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സ്തുതി, എൻ്റെ സ്തോത്രം, എൻ്റെ ഗീതങ്ങൾ, എൻ്റെ ആരാധന എല്ലാം രാജാവിനുള്ളത്, യേശുക്രിസ്തുവിനുള്ളത് ആമേൻ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ സേവിപ്പാൻ നിങ്ങളൊന്ന് തയ്യാറാകുവിൻ. നിശ്ചയമായും സർവശക്തൻ നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നിങ്ങൾ നാൾ തോറും ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ചയല്ല. കർത്താവാകുന്ന യേശു നിങ്ങളുടെ വലതുകരം പിടിച്ച് നിങ്ങളെ മുന്നോട്ട് നടത്തും. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ പുരുഷായുസിൽ ഒരു ശക്തിയും നിങ്ങളുടെ മുമ്പിൽ നിവർന്നു നിൽക്കില്ല. അവരുടെ പ്രമാണം വിട്ട്, യേശുക്രിസ്തു എന്ന നാമം വിട്ട്, കർത്താവിൻ്റെ വചനം, ക്രൂശിൻ്റെ വചനം വിട്ട് നിങ്ങൾ ഇടത്തോട്ടങ്ങളോ വലത്തോട്ടങ്ങളോ മാറാതിരുന്നാൽ ഒരു പുരുഷായുസിൽ ഒരു ശക്തിയും, നിങ്ങളുടെ ജീവിതകാലത്ത് ഒരു ശക്തിയും നിങ്ങളുടെ മുമ്പിൽ നിവർന്ന് നിൽക്കില്ല. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.